ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുകയാണ്. മെറിൻ, കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയി കൊല്ലപ്പെട്ടു എന്നതാണ്. എന്നാൽ അത്തരത്തിൽ ഇസ്രയേലും അമേരിക്കയും വളരെ ആത്മവിശ്വാസത്തോടുകൂടെ പ്രതികരിക്കുമ്പോഴും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അല്ലെങ്കിൽ ഇറാന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നിരുന്നില്ല. IRGCയുടെ മാധ്യമമായ ഫാഴ്സിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഒപ്പം തന്നെ പേരക്കുട്ടിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നുണ്ടോ? ഒപ്പം തന്നെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഈ സംയുക്ത ആക്രമണം വീണ്ടും ടെഹ്റാനിൽ അത് സജീവമാകുന്നു എന്ന വാർത്ത കൂടിയുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ആക്രമണം സജീവമാണ്. അതിനു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതിൽ ഇറാൻ ഇതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇപ്പോൾ ഫാർസ് ഏജൻസി പറയുന്നത് ഖമനയും അതുപോലെ തന്നെ മകളും മരുമകനും ചെറുമകനും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇറാൻ ഇതുവരെയും ഔദ്യോഗികമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, ഇറാന്റെ 40 പ്രധാന ഉദ്യോഗസ്ഥർ, 40 പ്രധാന ഒഫീഷ്യൽസ് എല്ലാം കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം ഇറാൻ ഒരു സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു, ഇറാന്റെ IRGC തന്നെ ഈ ഒരു ഭരണകൂടത്തിനെതിരെ നിലവിൽ വരും എന്ന് തന്നെയാണ്. ഈ ഒരു അമേരിക്കയുടെ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഓപ്പറേഷനും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ലയൺ സ്റ്റോർ എന്ന ഓപ്പറേഷനും തിരിച്ചടി നൽകാൻ ഇറാൻ ഇട്ടിരിക്കുന്ന പേര് ട്രൂ പ്രോമിസ് എന്നാണ്. ആ ഒരു പേരിൽ, ട്രൂ പ്രോമിസ് എന്ന പേരിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെ ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അവരുടെ പരമോന്നത നേതാവാണ്, സുപ്രീം കമാൻഡർ ഇൻ ചീഫാണ് ഖമനയി എന്ന് പറയുന്നത്. ആ ഖമനയി സുരക്ഷിതനാണോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ അതേസമയം ഖമനയി ഭരണകൂടത്തിന് അന്ത്യമാകുന്നു എന്ന് കേട്ടതോടെ, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കേട്ടതോടെ ജനം തെരുവിലിറങ്ങി ആഘോഷിക്കുന്നു. ഇറാന്റെ നഗരങ്ങളിൽ തെരുവിലിറങ്ങി ജനം ആഘോഷിക്കുന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. റേസ പഹ്ലവി ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം പിന്തുണ നൽകി എന്നുള്ള വാർത്തകളുമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇറാനാണ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടത്. മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളോ ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യോഗം ചേരും, അടിയന്തരമായ യോഗം ചേരും. നിലവിലെ സാഹചര്യങ്ങൾ ഈ മേഖലയാകെ അശാന്തിയിലേക്കും അസ്ഥിരതയിലേക്കും പോകരുത്, അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ഒരു അടിയന്തര യോഗം, യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ അടിയന്തര യോഗം ചേരുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്നലെ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്നിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു ഇസ്രായേലിന്റെയും അമേരിക്കയുടെ നീക്കത്തെ അപലപിച്ചിരുന്നു. റഷ്യയാണ് അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ റഷ്യയിൽ തന്നെ ട്രംപിനെതിരെ തന്നെ ആ ഒരു കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ആണവ പദ്ധതികളുടെ പേരിൽ ഇറാനിൽ ഒരു ഭരണമാറ്റത്തിലേക്ക് നീങ്ങുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ വരും മണിക്കൂറുകളിൽ തന്നെ ഏറ്റവും വലിയ വാർത്തയാകുക. ഏതായാലും ഖമനയി, ഇറാന്റെ പരമോന്നത നേതാവും സുപ്രീം കമാൻഡർ ഇൻ ചീഫുമായിട്ടുള്ള ഖമനയി കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ സുരക്ഷിതനാണോ എന്നുള്ള വിവരങ്ങളായിരിക്കും വരും മണിക്കൂറുകളിൽ ഉള്ള ആക്രമണത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കുക. കാരണം ഇറാനെ സംബന്ധിച്ചിടത്ത് ഇറാൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, തങ്ങളുടെ നേർക്കുള്ള ഒരു ആക്രമണം അത് ശക്തമായി തന്നെ തിരിച്ചടിക്കും. ആ ഒരു മേഖലയാകെ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ തന്നെ പശ്ചിമേഷ്യ ഇപ്പോൾ തന്നെ നടുക്കത്തിലാണ്, ഇപ്പോൾ തന്നെ യുദ്ധക്കളമായിരിക്കുന്നു. ഇനി സാഹചര്യങ്ങൾ ഏത് രീതിയിലേക്കാക്കും പോവുക എന്നത് പ്രവചനാതീതമാണ്. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, യുദ്ധം തുടരും, ദിവസങ്ങൾ തന്നെ തുടരുമെന്ന് തന്നെയാണ്. ഇറാൻ ഇന്നലെ വ്യക്തമാക്കിയത്, ശത്രു കീഴടങ്ങും വരെ ഞങ്ങൾ ആക്രമണം തുടരും. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇന്നലെ ഗൾഫ് രാജ്യങ്ങൾക്ക് കത്തയച്ചിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്റഗ്രിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞങ്ങളത് ഏതറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ആ ഒരു കത്തിൽ, ഗൾഫ് മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയുടെയോ അതേപോലെ തന്നെ ഇസ്രായേലിന്റെയോ നീക്കങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രാജ്യം ഉപയോഗിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. അത്തരത്തിൽ നിങ്ങളുടെ രാജ്യത്ത് കടന്ന് ഇവർക്ക് ഓപ്പറേഷൻ നടത്താൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഈ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത്. അപ്പോൾ ഇറാന്റെ
വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. അത് ഏത് തരത്തിലാകും, ഈ രാജ്യങ്ങൾ പക്ഷം പിടിക്കുമോ? രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യ തന്നെ ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളുടെയും നിലപാട് നിൽക്കുക എന്നുള്ളൊരു കാര്യം തന്നെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിർണായകമാകും. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യം അത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം, ആശങ്കയേറ്റുന്ന ഒരു സാഹചര്യമായിരിക്കുന്നു. ഇറാനിൽ ഭരണമാറ്റം എന്നതിലുപരി അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാകുമോ, രാജ്യങ്ങൾ പക്ഷം ചേർന്നുള്ള ഒരു യുദ്ധമാകുമോ, ലോകത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു യുദ്ധമായി മാറുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഉള്ളത്. നേരത്തെ തന്നെ ട്രംപിന്റെ നീക്കങ്ങൾ, ഇത് നേരത്തെ തന്നെ വിമർശനമുണ്ട്. അത് തീരുവ നയങ്ങളിലുപരി രാജ്യത്തിന്റെ നേർക്കുള്ള ആക്രമണം നടത്തുന്ന തീരുമാനങ്ങളടക്കം കടുത്ത വിമർശനങ്ങളുണ്ട്. US കോൺഗ്രസിൽ തന്നെ ചർച്ച ചെയ്യാതെയുള്ള പലപ്പോഴും അങ്ങനെയുള്ള നീക്കങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള നീക്കങ്ങളും തന്നെ വിമർശനങ്ങളും തന്നെ ഉയർന്നിരുന്നു. അത് വെനിസിലേക്കുള്ള നീക്കമായാലും തീരുവ ചുമത്തുന്നതായാലും ഗ്രീൻലാൻഡിനെതിരെയുള്ള നയങ്ങളാണെങ്കിൽ പോലും ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ ഉയരുന്നു. യുദ്ധം അവസാനിപ്പിച്ചെന്ന് അവകാശവാദം എപ്പോഴും ട്രംപ് അങ്ങനെ തന്നെയാണ്. താൻ യുദ്ധം അവസാനിപ്പിച്ച ഒരു പ്രസിഡന്റാണ്. 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു, തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് തന്നെ എപ്പോഴും ട്രംപ് പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നെതന്യാഹുവിന്റെയും സംയുക്തമായ ഒരു നീക്കം ആ ഒരു മേഖലയെ എത്തരത്തിൽ അസ്ഥിരമാക്കും, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ നിലപാട് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിർണായകമാകും. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുപ്രധാനമായ ഒരു നേതാവാണ്, പരമോന്നത നേതാവാണ്, എല്ലാ കാര്യങ്ങളിലും സുപ്രീം കമാൻഡറാണ്, IRGCയുടെ കമാൻഡറാണ്, ബാസിസ് ഫോഴ്സിന്റെ കമാൻഡറാണ്. ഈ കമാൻഡറിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാൻ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇറാനിന്റെ 40 ഉദ്യോഗസ്ഥർ, 40 ഒഫീഷ്യലുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അത് തന്നെ ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ തന്നെ IRGCയുടെ കമാൻഡറും പ്രതിരോധ മന്ത്രിയും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ജൂണിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരുന്നു. ആ ഒരു സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ അന്ന് ആണവശാസ്ത്രജ്ഞരെ അടക്കമുള്ള നേതാവ് ഹൊസൈൻ സൊലൈമാനി അടക്കമുള്ള പ്രതിരോധ മന്ത്രിയെയും എല്ലാം അന്ന് ഇറാന് നഷ്ടപ്പെട്ടിരുന്നു. അന്ന് അത്തരത്തിലൊരു ആണവ പദ്ധതികളെ, ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു അന്ന് ആക്രമണം. ഇന്ന് ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അടുത്ത ആഴ്ച വിയന്നയിൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്ന് പറയുന്ന പ്രതികരണങ്ങൾ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അന്ന് ട്രംപിന്റെ എല്ലായ്പ്പോഴും ട്രംപ് ആ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും, മേക്ക് എ ഡീൽ എന്ന് തന്നെയാണ് എപ്പോഴും ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് തന്നെയാണ് അവരുടെ വിഷയമാകുന്നത്. ആണവ പദ്ധതികൾക്ക് വേണ്ടി ഇറാൻ അത് ഉപയോഗിക്കുന്നത് മേഖലയാകെ അപകടത്തിലാക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലും സ്വീകരിച്ചിരുന്നത്. 90% മുകളിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ അത് ആണവ പദ്ധതികൾക്കാകും എന്ന് തന്നെയാണ് അമേരിക്ക വിലയിരുത്തുന്നത്. എന്നാൽ ഇറാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത് ആണവ പദ്ധതികൾക്കല്ല, അവർ വേണമെങ്കിൽ 60% അത് ഡൈല്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളെ രാജ്യത്ത് അനുവദിക്കാം എന്ന് വരെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. 60% ഡൈല്യൂട്ട് ചെയ്യാം എന്നെല്ലാം അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്ന് തന്നെയായിരുന്നു ഇറാൻ പലപ്പോഴായി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് അത് ഒരിക്കലും ഈ ഒരു മേഖലയിൽ ഇറാന്റെ കൈകളിൽ ഒരിക്കലും ആണവായുധം അല്ലെങ്കിൽ ആണവ പദ്ധതികൾ എത്താൻ പാടില്ല, അത് ആ ഒരു മേഖലയാകെ അപകടത്തിലാക്കുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ആണവ കാര്യങ്ങളിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക, അല്ലെങ്കിൽ അതുവഴി അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടം അവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് തന്നെയാണ് ഇപ്പോൾ. അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കങ്ങളാണോ ട്രംപിന്റെയും അതുപോലെ തന്നെ നെതന്യാഹുവിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. ക്രിസ്റ്റീന, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.